SSLC പരീക്ഷയുടെ റിസൾട്ടൊക്കെ വന്നു. നമ്മുടെ കുട്ടികളൊക്കെ ആ കുട്ടികളുടെ ഭാവിയെ ത്രാസിലിട്ട് തുലനം ചെയ്യുന്ന തിരക്കിലാണ് ഇപ്പോൾ സൊസൈറ്റി. ഇപ്പോൾ സോഷ്യൽ ഓഡിറ്റിങ്ങിനെയാണല്ലോ കുട്ടികൾ ഭീകരമാം വിധം ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ നേടിയിട്ടുണ്ടാകും, ആ നേട്ടങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം ആ കുട്ടികളെ നിനക്ക് എത്ര A+ കിട്ടി, കഴിഞ്ഞ വർഷം നമ്മളെ കുടുംബത്തിലുള്ള ആൾക്ക് ഇത്ര A+ നേടാൻ കഴിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ചോദ്യങ്ങൾ നമ്മളെ കുട്ടികളെ ഭീകരമായ രീതിയിൽ വേട്ടയാടുന്നുണ്ട്. ഈ സോഷ്യൽ ഓഡിറ്റിങ് വലിയ പ്രശ്നമാണ് അല്ലേ? സമൂഹത്തെ, സൊസൈറ്റിയെ പേടിച്ചിട്ടാണ്, അല്ലാതെ അവരുടെ ഫ്യൂച്ചർ എന്താകും എന്നുള്ള പേടിയുണ്ടെന്നല്ല നമ്മളെ കുട്ടികൾ ഒരു ഭാഗത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. ഇവരൊക്കെ എത്ര കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികളായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ വർഷം 60,000 A+കൾ അതിനോളമുള്ള ഒരു സാഹചര്യത്തിൽ ഈ വർഷം അതിൻ്റെ നേർപകുതിയോളം A+കളേ ഉള്ളൂ. അതൊന്നും ഈ ഓഡിറ്റിങ് നടത്തുന്ന ആളുകൾക്ക് മനസ്സിലാവില്ല. അവർ കുട്ടികളോട് നേരെ ചോദിക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ സൊസൈറ്റിയെ പേടിച്ചിട്ട് അല്ലെങ്കിൽ ബന്ധുക്കളുടെ മുഖത്തേക്ക് നോക്കണ്ടേ, ഞാൻ എന്താ അവരോട് സമാധാനം പറയുക എന്നൊരു ആധിയും വ്യാധിയും വ്യാകുലതയും ആരാണ് നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് കൊണ്ടുപോയി കോറിയിട്ടത് അല്ലേ? അവർക്ക് കൃത്യമായ പ്ലാനിങ് ഉണ്ടാകാം, അവർക്ക് അവരുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാടുകളും ഉണ്ടാകാം, അവർ കഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. പഴയ കാലത്തെ പോലെയൊന്നല്ല. പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ സ്കൂളിലേക്കാന്ന് പറഞ്ഞ് പോകും, പിന്നെ കശുമാവിൻ തോട്ടങ്ങളിലോ അല്ലെങ്കിൽ പറമ്പുകളിലോ പാടങ്ങളിലോ ഒക്കെ സമയം പോക്കുന്ന ഒരുപാട് ബാല്യകാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നങ്ങനെയല്ല, വളരെ കണിശമായി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഭാവിയെപ്പറ്റി നല്ല വിചാരപ്പെടലുകൾ നമ്മുടെ കുട്ടികൾ നടത്തുന്നുണ്ട്, എല്ലാമുണ്ട്. അതിൻ്റെ പുറമെയാണ് ഈ രീതിയിലുള്ള ചോദ്യം ചെയ്യലുകൾക്ക് നമ്മളെ കുട്ടികളൊക്കെ വിധേയരാക്കപ്പെടുന്നത് എന്നർത്ഥം. അപ്പോൾ അതിലൊക്കെ ചില അനിവാര്യമായ മാറ്റങ്ങൾ നമ്മിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. കുട്ടികൾക്ക് അവരെ പരിഗണിക്കുന്നു എന്ന ബോധം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അവർക്ക് പരിഗണന കിട്ടുന്നുണ്ട്, അവരെ പഠനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള പരിഗണനകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, അവരുടെ ഭാവിയെ പറ്റിയിട്ടുള്ള കൃത്യമായ രൂപീകരണം നാം നടത്തുന്നുണ്ട് എന്ന് നാം കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ ഫുൾ A+ എന്ന് പറയുന്നൊരു കവിത തന്നെയുണ്ട്. അത് ഇന്നത്തെ കാലത്തേക്ക് വളരെ ശ്രദ്ധേയമാണ് എന്ന് തോന്നിപ്പോവാൻ. അതിൽ അദ്ദേഹം പറയുന്നത്, A+ കുറഞ്ഞു പോയതിൻ മനം നൊന്തത് വീട്ടുകാർക്ക്. ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടന്നു. തലച്ചോറിൻ്റെ അറകൾ തുറക്കപ്പെട്ടു. ചെറിയ അറയിൽ കൊന്നയും തുമ്പയും ചിരികളും ശ്വാസം മുട്ടി ചത്ത് കിടക്കുന്നുണ്ട്. ഈ ആത്മഹത്യ ചെയ്ത 15-കാരൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും വെട്ടിപ്പൊളിക്കണതിൻ്റെ ഇടയിൽ മസ്തകം, തലച്ചോറ് വെട്ടിപ്പൊളിച്ചപ്പോൾ തലച്ചോറിൻ്റെ ചെറിയ അറയിൽ ബാല്യകാലത്തിൻ്റെ നൊമ്പരങ്ങളായ കൊന്നപ്പൂക്കളും അതുപോലെ തന്നെ അവൻ്റെ കളിച്ചിരികളൊക്കെ ശ്വാസം മുട്ടി മരിച്ചു കിടക്കുകയാണ്. അതിനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് തുറന്ന് ചിരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ വലിയ അറയിൽ നിന്ന് ചന്ദനത്തിരിയുടെ മണമുണ്ട്, അതിൻ്റെ താഴ് തുറക്കാനായില്ല പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആൾക്ക്. വാതിൽ പൊളിയിൽ നിറയെ ആരൊക്കെയോ കട്ടിയുള്ള മഷി കൊണ്ട് A+ എന്ന് എഴുതി വച്ചിരിക്കുന്നു. കീറലുകൾ തുന്നിക്കെട്ടി ഈ മരിച്ചുപോയ കുട്ടിയുടെ ഡെഡ് ബോഡി കീറി പരിശോധിച്ച് എല്ലാം കഴിഞ്ഞ് കീറലുകളൊക്കെ തുന്നിക്കെട്ടി വെള്ള തുണിയിൽ പൊതിഞ്ഞു കൊടുത്ത ഡോക്ടർ റിപ്പോർട്ടിൽ എഴുതി വച്ചിരിക്കുന്നു സ്വാഭാവിക മരണം. അങ്ങനെയാണ് കുരീപ്പുഴയുടെ ഈ കവിത അവസാനിക്കുന്നത്. കവിതയുടെ പേര് ഫുൾ A+ എന്നാണ്. അത് പുതിയ കാലത്തെ നമ്മുടെ കുട്ടിയെ നൊമ്പരപ്പെടുത്തുന്ന സംഭവ വികാസങ്ങളുമായിട്ട് വലിയ ആത്മബന്ധം സ്ഥാപിക്കുന്ന കാലോചിതമായ ഒരു കവിതാശകലമാണ് എന്ന് ഞാൻ ഓർത്തു പോവുകയും ഇവിടെ പരാമർശിക്കുകയും ചെയ്യുകയാണ്. അല്ലെങ്കിലും നമ്മളെ കുട്ടികളൊക്കെ നമുക്ക് നല്ല കുട്ടികളാകുന്നത് അവർ ആ പറഞ്ഞ അതേ രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവർ നാം ഉദ്ദേശിക്കാത്ത ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ വികൃതി പയ്യന്മാരും വെടക്കും കൊണം കെട്ടവരും ഒക്കെയായി മാറാറുണ്ട്. നമുക്ക് 2 കുട്ടികളുണ്ട്. അതിലൊരു കുട്ടിയുടെ കയ്യിൽ നമ്മൾ പേന കൊടുത്തു, പേപ്പർ കൊടുത്തു. ആ കുട്ടി വളരെ മനോഹരമായിട്ട് ആ പേപ്പറിൽ പേന കൊണ്ട് ഇങ്ങനെ എഴുതി പിടിപ്പിച്ചു. രണ്ടാമത്തെ കുട്ടി നമ്മുടെ കുട്ടി തന്നെയാണ്. അവൻ്റെ കയ്യിൽ നമ്മൾ കൊടുത്തത് പേനയും പേപ്പറുമാണ്. പക്ഷെ അവൻ എന്ത് ചെയ്തു, ആ പേപ്പർ താഴെ വെച്ചിട്ട് അവൻ്റെ കയ്യിൽ കിട്ടിയ പേനയെ ഇങ്ങനെ ഡിസോർഡർ ആക്കുകയാണ്. അതിൻ്റെ നിബ് എടുത്തു, അതിൻ്റെ പില്ലർ എടുത്തു, അതിൻ്റെ സ്പ്രിങ് എടുത്തു, അതിൻ്റെ ഓരോ പാർട്സുകളെയും വ്യത്യസ്തമായ ആംഗിളുകളിലേക്ക് വെച്ചിട്ട് അവൻ പിന്നെ അതിനെ അസംബിൾ ചെയ്ത് പഴയ പോലെ തന്നെ അതിനെ രൂപീകരണം നടത്തുകയാണ്. ആ രണ്ടാമത്തെ കുട്ടി നമ്മുടെ ഭാഷയിൽ വികൃതി പയ്യനാണ്, അല്ലെങ്കിൽ കൊണം കെട്ടവനാണ്. ആര് വീട്ടിലേക്ക് കയറി വന്നാലും നമ്മൾ ഇവനെ പറ്റി പറയുന്ന ഒരു ഭാഷയുണ്ട്. ഇവൻ ആദ്യത്തെ പോലെ ഉള്ള കുട്ടിയെ പോലെയല്ല, ഇവൻ കുറച്ച് തെറിച്ച ടൈപ്പാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ മനഃശാസ്ത്ര വിദഗ്ധർ പറയാണ്, ഈ രണ്ടാമത്തെ പയ്യനെ നിങ്ങൾ നോട്ട് ചെയ്യണം. കാരണം സാധാരണ ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന റാൻഡം ചിന്തയ്ക്കപ്പുറത്ത് എന്തൊക്കെയോ ഔചിത്യബോധങ്ങൾക്ക് അപ്പുറത്തുള്ള ചില ചിന്തകൾ അവൻ്റെ ഉള്ളിൽ മുളപൊട്ടുന്നുണ്ട്. അവൻ നാളെ ട്രെയിൻ കയറുമ്പോൾ നേരെ സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് എടുത്ത് പോകുന്നതിന് പകരം
റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന ട്രെയിനിൻ്റെ എൻജിനിലേക്ക് കൗതുകത്തോടു കൂടെ നോക്കും. അവൻ നാളെ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ അവൻ്റെ കയ്യിൽ കിട്ടിയ ബോർഡിംഗ് പാസിൽ അവൻ്റെ സീറ്റ് ഏതാണ് എന്ന് ക്രൂ മെമ്പേഴ്സിനോട് പോയി ചോദിക്കുന്നതിന് പകരം അവനൊന്ന് കോക്പിറ്റിലിരിക്കുന്ന പൈലറ്റിലേക്ക്, ആ പൈലറ്റിൻ്റെ പരിസരങ്ങളിലേക്ക് കൗതുകത്തോടു കൂടെ വന്ന് എത്തി നോക്കും. എല്ലാം സാധാരണീയത്വത്തിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരു ടെക്കി അല്ലെങ്കിൽ ഒരു ടെക്നോളജി വിദഗ്ധൻ, ഒരു എൻജിനീയറിംഗ് വിദഗ്ധൻ അവൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു എന്നാണ് നമ്മൾ വികൃതി പയ്യൻ എന്ന് ഓമനപ്പേരിട്ട രണ്ടാമത്തെ പുത്രനെ പറ്റി മനഃശാസ്ത്ര വിദഗ്ധരൊക്കെ പറയുന്നത്. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൾ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.